കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. നല്ല മത്തിയാണ്, നാടൻ മത്തിയാണ്, വള്ളക്കാരുടെ മത്തിയാണ്. നമുക്കൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മത്തി വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിതൊരു ചെറിയൊരു കറിയാണ് നമ്മൾ വയ്ക്കുന്നത്. മാങ്ങയിട്ടൊരു കറിയാണ് വയ്ക്കുന്നത്. നമുക്ക് കറി വയ്ക്കാം. പോവാം വീട്ടിലേക്ക്. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൺചട്ടി ഉള്ളവർ മൺചട്ടിയിൽ വെക്കാൻ നോക്കാം. ഞാനിത് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊരു 4-5 ചെറിയ പച്ചമുളകാണ് ഇട്ട് കൊടുക്കാം. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി. മല്ലിപ്പൊടിയും ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. മത്തിക്കൊന്നും അങ്ങനെ മല്ലി ചേർക്കാറില്ല. എന്നാൽ ഞാൻ ചേർക്കും കുറച്ച്. അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എരിവും ഉപ്പൊക്കെ നമ്മുടെ പാകം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തിളയ്ക്കട്ടെ. നമുക്ക് കുറച്ച് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചനച്ച് തുടങ്ങിയതാണ്. അതിന് പുളിയുണ്ട്. മൂവാണ്ട മാങ്ങയാണ്. നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ചൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കണം. തേങ്ങ അരച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. മത്തി കറി വയ്ക്കുമ്പോൾ തേങ്ങയ്ക്കൊക്കെ ഇത്തിരി അരവ് കുറവായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഉപ്പില്ലെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇത്തിരി കുറവാണ്. നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ കറി ഒന്ന് താളിച്ച് കൊടുക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ ഉള്ളി, ചുവന്നുള്ളി അരിഞ്ഞതാണ് കുറച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി കറിയാണ് നമ്മുടെ കറി. ഇങ്ങനെ ഒന്ന് എല്ലാവരും വെച്ച് നോക്കൂ. നല്ല സൂപ്പർ കറിയാണ്. ഇന്നത്തെ നമ്മളെ മത്തിക്കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.